സ്മൃതിപഥം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഘോഷയാത്ര കറുകവത്തൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കറുകവത്തൂർ ക്ഷേത്ര മൈതാനത്തിൽ നിന്ന് സ്മൃതിപഥം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. 3 ഓപ്പൺ ജീപ്പുകളിലായി പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും എത്തിക്കൊണ്ടുള്ള ഒരു ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഘോഷയാത്രയ്ക്ക് ഭംഗി കൂട്ടാനായി മുത്തുക്കുടകൾ, മുഴുവൻ മലയാള അക്ഷരങ്ങളും മുഴുവൻ ഇംഗ്ലീഷ് അക്ഷരങ്ങളും പിടിച്ചുകൊണ്ടുള്ളൊരു ഘോഷയാത്രയാണ് പുറപ്പെട്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ഘോഷയാത്രയാണ്. ഘോഷയാത്ര കറുകവത്തൂർ സെൻറ്ററിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഘോഷയാത്ര ചാത്തന്നൂർ LP സ്കൂൾ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഘോഷയാത്ര LP സ്കൂളിൽ എത്തിയിരിക്കുന്നു. LP സ്കൂളിലെ ടീച്ചർമാരാണ് ഘോഷയാത്രയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്തതായി നടക്കാൻ പോകുന്നത് ഉദ്ഘാടന ചടങ്ങാണ്. ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ മെട്രോമാൻ E ശ്രീധരൻ സാറാണ്. അദ്ദേഹം ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇതിന്റെ ഒറ്റക്കെട്ടായി നിന്നത്. അതിന്റെ കാരണം പരസ്പര സഹകരണവും ബഹുമാനവുമാണ്. ആരുടെ ഈഗോയും ഇവിടെ ഹർട്ട് ചെയ്യപ്പെടുന്നത്. 2026 മാർച്ചോട് കൂടിയിട്ട് എന്തെങ്കിലും ഈ വിദ്യാലയത്തിന് വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ചെയ്യാനാവുമോ? കുറച്ച് മേജർ സ്കെയിൽ തന്നെ, കാരണം നമ്മൾ പല ദേശത്ത് പല നിലകളിലുണ്ട്. ആവുമോ എന്നൊരു സംശയം ഇന്ന് പൂർത്തീകരിച്ച് തന്നത് ശ്രീധരൻ സാർ നന്ദി പറയുന്നു. കാരണം അതൊരു വളരെ എക്സാമ്പിൾ, അത് നമുക്ക് പിന്തുടരാവുന്ന ഒരു മാതൃകയാണ്. നമ്മളാൽ കഴിയുന്ന സഹായം, യഥാശക്തി കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക, ഒരുമിച്ച് നിൽക്കുക, എല്ലാം ട്രാൻസ്പെറന്റ് ആയി. നമ്മൾ തേക്കുകാട്ടിൽ കാഞ്ഞുണ്ടി അതാണ് അവരുടെ വീട്ടുപേര്. മൊമെന്റ് നൽകുന്നത് ജഗദീഷ്. വളരെ 10 കമ്മിറ്റികൾ വിവിധ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങളും വളരെ ആസൂത്രണം ചെയ്ത് നീങ്ങി. ഇവിടെ എന്തൊക്കെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇവിടുത്തെ പ്രധാന അധ്യാപികയായിട്ടുള്ള സുമയ്യ ടീച്ചർ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നു. ഇവിടുത്തെ PTA അംഗങ്ങള് പൂർണ്ണ മനസ്സോടെ ഞങ്ങളുടെ ആജ്ഞകളനുസരിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം സഹകരിച്ചു. വളരെ നന്ദിയുണ്ട്, വളരെ സ്നേഹം, സന്തോഷം. കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ഫിനാൻസ് കമ്മിറ്റി നമുക്ക് ഉദ്ദേശം 10 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിച്ച് നാളെ ബജറ്റ്
ആ ദിവസം അവർക്ക് ഇവിടെ പങ്കെടുക്കാവുന്നതാണ്. കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ 25 പൂർവ്വാധ്യാപകരെ ആദരിച്ചു. അതുപോലെ വീടുകളിൽ ചെന്ന് 32 പൂർവ്വാധ്യാപകരെ ആദരിക്കുന്നതായി, പൂർവ്വ വിദ്യാർത്ഥികളെ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളെ പല സ്ഥലങ്ങളിൽ ചെന്ന് ആദരിക്കുന്നതായി. പുള്ളിപ്പിഷാരൻ കല്ലിപ്പറമ്പ് പള്ളിയല്ല, താളിപ്പറമ്പ് എന്നുള്ള സ്ഥലത്ത് പള്ളിയാലിലെ 1858 ജനിച്ച മധുപ്പള്ളി പിഷാരന്റെ ഗോവിന്ദ പിഷാരന്റെ നേതൃത്വത്തിലെ ഒരു എഴുത്ത് പള്ളിക്കൂടം 1906 സ്ഥാപിതമാവുകയും 1906 വേൾഡ് എഡ്യൂക്കേഷൻ സമിറ്റ് ഡൽഹി നെഹ്റുപ്ലേസിലൊക്കെ നടക്കുന്നതിന് ഇവിടുന്ന് ഡൽഹിയിലുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികളെ കണ്ടിട്ട് തരണം, നിങ്ങളിത് നടത്തിയത് എങ്ങനെയെന്നറിയാം. ഞാൻ ഡൽഹിയിൽ എനിക്ക് യാതൊരു ബന്ധങ്ങളും ഇപ്പൊ നിലവിലില്ല. ഞാൻ ഡൽഹിയിൽ പണ്ടിട്ട് 85 പറഞ്ഞു വരുന്നത് പത്മവിഭൂഷൺ ഡോക്ടർ ശ്രീ ശ്രീധരൻ സാർ പ്ലീസ് ഈ വേദിയിലേക്ക് കടന്നു വന്നാലും നമ്മളൊക്കെ പഠിച്ച നമ്മളുടെ ഈ LP സ്കൂളിൽ നിന്നും വളർന്നു ലോകത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സംഘാടകർ ശ്രദ്ധിക്കുക. രാമകൃഷ്ണൻ സാർ സർ ദീപമേറ്റുവാനും ഞങ്ങൾക്ക് വേണ്ടി ഭദ്രദീപം തെളിയിച്ചാണ്. ആദ്യ ദീപം തെളിയിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരനായ പത്മവിഭൂഷൺ ഡോക്ടർ ശ്രീധരൻ സാർ. ഈ അധ്യാപക പ്രതിനിധി നമ്മുടെ ഏറെ പ്രിയങ്കരനായ രാമകൃഷ്ണൻ സാർ. സംഘാടക സമിതിയുടെ പ്രതിനിധിയായി പ്രഭാകരൻ. ഈ വിദ്യാലയത്തിലെ പ്രഥമ അധ്യാപിക സുമന ടീച്ചർ. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സ്കൂൾ ലീഡർ ശിവദാസ് ശിവൻ. പത്മവിഭൂഷൺ ഡോക്ടർ ശ്രീധരൻ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി മോഹനൻ TV ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കോർഡിനേറ്റർ ഇദ്ദേഹമായിരുന്നു. മോഹനൻ TV അദ്ദേഹത്തിന് മൊമന്റോ കൈമാറുന്നത് നന്ദിനിക്ക്. മൊമന്റോ കൈമാറുന്നത് നന്ദിനിക്ക്. നമുക്കേറെ പ്രിയങ്കരനായ school or any working form of students, teachers, or even the school itself. The final say in utilizing the interest amount will be with the headmistress and the PTA president. Headmistress can utilize this fund in consultation or recommendation. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും അധ്യാപകർക്കും മറ്റു ജനങ്ങൾക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സദസ്സിൽ പങ്കുചേരുവാൻ സാധിച്ചത്
ഞാൻ വളരെ ഭാഗ്യവാനായിട്ട് കരുതുന്നു. 1935 ഞാൻ ഈ സ്കൂളിൽ ശ്രീധരൻ സാറ് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അധ്യാപകന്റെ ഫോട്ടോ സമ്മാനിക്കുന്നത് അധ്യാപകന്റെ മകനാണ്. കുഞ്ഞൻ നമ്പ്യാർ മാസ്റ്റർ 1904 മുതൽ 1983 വരെ നിർമ്മിച്ച ഈ സ്കൂളിൽ അധ്യാപകനായിരുന്ന കുഞ്ഞൻ നമ്പ്യാർ മാസ്റ്ററുടെ ഫോട്ടോ നൽകുന്നത് അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം മനസ്സിലാക്കി മോഹനൻ സാറിന്റെ സീറ്റിലേക്ക് ആനയിക്കണം. മോഹനൻ പ്രിയ ആ ഫോട്ടോ കളക്ട് ചെയ്യാൻ സാറിന് സീറ്റിൽ പോയിട്ട് ഉപയോഗിക്കാനാവണം. ഇതുവന്ന് സാറിൽ നിന്ന് ഏൽപ്പിക്കുന്നു. സന്തോഷത്തോടെ അഭിമാനത്തോടെയുള്ള നിമിഷങ്ങളാണ്. ചെറിയ സഹായം സ്കൂളിൽ വിഭാഗത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് ചെറിയ സഹായം മാത്രമാണ്. ഇതിന് പുറമെ മനസ്സുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിയാൽ മതി എന്നൊരു ചിന്ത കൊണ്ടാണ് നമ്മൾ എഴുതി നിൽക്കാൻ പറയാതിരുന്നത്. ക്ഷമിക്കുക. അടുത്തതായി ഈ ഉദ്ഘാടന സദസ്സിന്റെ ഭാഗമായ റിപ്പോർട്ടിംഗ് ആണ്. സ്മൃതിപഥത്തിന്റെ നാൾവഴികൾ അറിയിക്കുന്നതിനായി ഇതിന്റെ സെക്രട്ടറി ശ്രീ വിജയരാഘവനെ അറിയിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. ബിഗ് സല്യൂട്ട് ശ്രീധരൻ സാർ. അവരുടെ കാലഘട്ടവും അവരുടെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു പകലിയും ഒരു പദവും എന്ന പേരിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ 2 പേരുടെ ഫോട്ടോ അനാച്ഛാദനമാണ് ഈ സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ സംഘടന രൂപീകരിച്ചതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഗോവിന്ദ പിഷാരടിയുടെയും ഫോട്ടോ അനാച്ഛാദനമാണ് നടക്കുന്നത്. അതിനുവേണ്ടി വിജയരാഘവേട്ടനെ ക്ഷണിക്കുന്നു. ഈ ഫോട്ടോ അനാച്ഛാദനം നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. DP ചന്ദ്രനെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഗോപാല പിഷാരടിയുടെയും ഫോട്ടോ ആണ് ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുന്നത്. ചാത്തന്നൂർ GLP സ്കൂൾ സ്ഥാപിക്കാൻ മുഖ്യ കാരണമായ പ്രധാനികളിൽ ഒരാളായ ശ്രീ ഗോവിന്ദ പിഷാരടി. അതിനപ്പുറത്ത് 1930 നൂൽനൂൽപ്പ് സമരത്തിലും 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കാളിയായ ശ്രീ ഗോപാല പിഷാരടി. അദ്ദേഹത്തിന്റെ മകനാണ് എന്റെ സമീപത്ത് നിൽക്കുന്ന ശ്രീ സൂര്യൻ. അതിനപ്പുറത്ത് നിൽക്കുന്ന മതപ്പള്ളി പിഷാരടി മെമ്പറായ മുരളി പിഷാരടി. വളരെ ധന്യമാണ് ഈ നിമിഷം. ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ട നിമിഷങ്ങളോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ചെയ്യാൻ നമുക്ക് സാധിച്ചു. വളരെ നന്ദി. നമസ്കാരം. മാറ്റിയതാണോ? താഴത്തേതിൽ അടുത്തത് Abdul. A big hand to him. ശ്രീ കരീം
പൊട്ടത്തറയുടെ അച്ഛനാണ് ഇദ്ദേഹം. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അലുമിനി അസോസിയേഷന്റെ GCC ഭാരവാഹിയാണ്. നമുക്ക് ഏറെ പ്രിയങ്കരനായ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിരുന്ന കുമാരൻ എല്ലാവരും ഒരു നല്ല കരഘോഷം മുഴക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു സ്കൂൾ വരാൻ നിമിത്തമായ കുടുംബാംഗമാണത്. വളരെ സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വാക്ക് തന്ന ഒരു സീനിയർ മോസ്റ്റ് മെമ്പറാണ്. 86-കാരനാണ്. പറ്റൂ. ഓക്കെ, പോരാ പോരാ. വീഡിയോ എടുക്കുന്നുണ്ട്. അവരെ മറയാത്ത രീതിയിൽ ഓരോരുത്തരെയായി ആദരിച്ചു വരിക. കട്ടുകുത്തി നിൽക്കരുത്. നമ്മുടെ സംഘടനത്തിന്റെ പരിചയക്കുറവാണ്, സാരമില്ല. ഇപ്പൊ അടുത്തത് കൊച്ചു ത്രേസി ടീച്ചർ. കൊച്ചു ത്രേസി ടീച്ചറിനെ ആദരിക്കുന്നത് രാമകൃഷ്ണ മാസ്റ്ററെയാണ് ആദരിച്ചത്. ഇനി നളിനി ടീച്ചർ. മെച്ചമായിരുന്നു. ഈ സ്കൂളിന്റെ കാണുന്ന വികസനത്തിലൊക്കെ നല്ലൊരു പങ്ക് വഹിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചറോട് ഈ നാട് എന്നും കടപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞിട്ട് വേണോ ഇവിടെ ലൈവ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദരിക്കൽ ചടങ്ങുകളൊക്കെ. അടുത്ത് നിൽക്കുന്നത് കാർത്തിയായനി അമ്മ. അടുത്തത് ദേവി അമ്മ. സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ നന്ദിയും കടപ്പാടും സാറിനെ അറിയിക്കുകയാണ്. അടുത്തത് മുണ്ടിയമ്മ. നാരായണൻ നായർ. ഇതുണ്ടോ? നാരായണൻ നായർ, മരുന്നങ്കാട്ടി. നാരായണൻ നായർ വേണ്ട. അടുത്തത് സിസിലി ടീച്ചർ. വിജയൻ ചാത്തന്നൂരിനെ. ഈ വിദ്യാലയത്തിന്റെ അഭ്യുദയകാംക്ഷികൾ
സ്ഥാപനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുസ്യൂതം പ്രവർത്തിച്ച അധ്യാപക, അനധ്യാപക, ഈ സ്കൂളിൽ പഠിപ്പിച്ചതും പൂർവ്വ വിദ്യാർത്ഥികളുമായ മാഷിനൊക്കെ നല്ല ഓർമ്മയുണ്ട്. മാഷിന്റെ ക്ലാസ്സിൽ ഒരു ശങ്കർദാസ് പഠിച്ചിരുന്ന ഓർമ്മയുണ്ട്. ആ കുട്ടി പദ്യം ചെല്ലാതെ മാഷിന്റെ മാഷിനോട് ചെല്ലാൻ രാത്രി ഫുഡ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയും കുറുമയും. ഫുഡിന്റെ അവിടെ ഉണ്ടാവുള്ളൂ. പടർന്ന് പന്തലിച്ച വലിയ ഒരു തണലായി മാറിയ നിമിഷങ്ങളും ദിവസങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിദ്യാലയം ആസ്വദിച്ചത്.